ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ഐഡിയാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചാണ്. ലോക ചരിത്രത്തിലെ ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. PSCക്ക് മെയിനായിട്ട് വരുന്ന ടോപ്പിക്കുകളാണ് ഇതൊക്കെ. വിപ്ലവങ്ങളൊക്കെ, ചൈനീസ് വിപ്ലവങ്ങളൊക്കെ മെയിനായിട്ട് വരുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ചൈനീസ് വിപ്ലവം എന്ന് പറഞ്ഞാൽ? ചൈനീസ് വിപ്ലവം എന്ന് പറഞ്ഞാൽ വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായി ചൈനയിൽ 20-ാം നൂറ്റാണ്ടിൽ നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം. എന്താണ്? വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായി ചൈനയിൽ 20-ാം നൂറ്റാണ്ടിൽ നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം. നമ്മൾ ഓരോ പോയിന്റ്സും വേഗം വേഗം പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരും അറിയാം, സമയം നമുക്ക് തീരെയില്ല. അപ്പോൾ ഓരോ പോയിന്റ്സും നമുക്ക് വേഗം പറഞ്ഞു പോകാം. അതുകൊണ്ടാണ് സ്പീഡിൽ പറയുന്നത്. എന്താണ് ചൈനീസ് വിപ്ലവം എന്ന് പറഞ്ഞാൽ? വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായി ചൈനയിൽ 20-ാം നൂറ്റാണ്ടിൽ നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്ന വർഷം 1912. 1912ലാണ് ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്ന വർഷം. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് സൻ യാത് സെൻ. ആരാണ്? സൻ യാത് സെൻ ആണ് ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ്, സൻ യാത് സെൻ. പ്രസിദ്ധമായ കറുപ്പ് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ചൈനയും ബ്രിട്ടനും. ചൈനയും ബ്രിട്ടനും തമ്മിലാണ് പ്രസിദ്ധമായ കറുപ്പ് യുദ്ധം നടന്നത്. ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ കാലഘട്ടമാണ് 1839 മുതൽ 1842 വരെ. 1839 ടു 1842 ആണ് ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ കാലഘട്ടം. രണ്ടാം കറുപ്പ് യുദ്ധം നടന്നത് 1856 മുതൽ 1860 വരെയാണ്. എന്നാണ്? 1856 ടു 1860 വരെയാണ് രണ്ടാം കറുപ്പ് യുദ്ധം നടന്നത്. ഒന്നാം കറുപ്പ് യുദ്ധത്തിനുള്ള പ്രധാന കാരണം എന്നത് കാന്റൺ കറുപ്പ് പാർട്ടിയാണ്. എന്താണ്? ഒന്നാം കറുപ്പ് യുദ്ധത്തിനുള്ള പ്രധാന കാരണം കാന്റൺ കറുപ്പ് പാർട്ടിയാണ്. ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ ഫലമായി ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനീസ് പ്രദേശമാണ് ഹോങ്കോങ് എന്ന് പറയുന്നത്. എന്താണ്? ഹോങ്കോങ് എന്ന് പറഞ്ഞാല് ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ ഫലമായി ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനീസ് പ്രദേശമാണ് ഹോങ്കോങ് എന്ന് പറയുന്നത്. ചൈനയ്ക്ക് ഹോങ്കോങ് തിരികെ ലഭിച്ച വർഷം 1997. 1997ലാണ് ചൈനയ്ക്ക് ഹോങ്കോങ് തിരികെ ലഭിച്ച വർഷം. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ച ഉടമ്പടി നാങ്കിങ് ഉടമ്പടി. നാങ്കിങ് ഉടമ്പടിയാണ് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ച ഉടമ്പടി. യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനകൾ സ്വീകരിച്ച വ്യത്യസ്ത നയങ്ങൾ അറിയപ്പെടുന്നത് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും എന്നാണ്. എന്താണ്? യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനകൾ സ്വീകരിച്ച വ്യത്യസ്ത നയങ്ങൾ അറിയപ്പെടുന്നത് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും എന്നാണ്. എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചൈനയിൽ വാണിജ്യ സൗകര്യം ഉണ്ടാക്കണമെന്ന് വ്യവസ്ഥ ചെയ്യപ്പെട്ട തുറന്ന വാതിൽ നയവുമായി മുന്നോട്ട് വന്ന രാജ്യമാണ് അമേരിക്ക. ഏത് രാജ്യമാണ്? അമേരിക്കയാണ് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചൈനയിൽ വാണിജ്യ സൗകര്യം ഉണ്ടാക്കണമെന്ന് വ്യവസ്ഥ ചെയ്യപ്പെട്ട തുറന്ന വാതിൽ നയവുമായി മുന്നോട്ട് വന്ന രാജ്യമേതാണ്? അമേരിക്ക. തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയി ആണ് തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി. ആരാണ്? ജോൺ ഹേയി. ചൈനയെ പാശ്ചാത്യവത്കരിച്ച ചൈനീസ് ചക്രവർത്തി ഗ്യാങ് സി ആണ് ചൈനയെ പാശ്ചാത്യവത്കരിച്ച ചൈനീസ് ചക്രവർത്തിയുടെ പേരാണ് ഗ്യാങ് സി. ബോക്സർ കലാപം നടന്ന വർഷം 1900. 1900ലാണ് ബോക്സർ കലാപം നടന്ന വർഷം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മാവോ സേ തുങ് ആണ്. ആരാണ്? മാവോ സേ തുങ് ആണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. ചൈന പുനരുജ്ജീവന സംഘം എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പാർട്ടിയാണ് കുമിങ്താങ് പാർട്ടി. കുമിങ്താങ് പാർട്ടി ആദ്യം അറിയപ്പെട്ടിരുന്നത് എന്താണ്? ചൈന പുനരുജ്ജീവന സംഘം എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പാർട്ടി ഏതാണ്? കുമിങ്താങ് പാർട്ടി. ചൈനയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിരുന്ന രാജവംശം മജു രാജവംശം. ഏതാണ്? മജു രാജവംശമാണ് ചൈനയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിരുന്ന രാജവംശം.
വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂല നിലപാട് സ്വീകരിച്ച ചൈനീസ് രാജവംശമാണ് മജു രാജവംശം. വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂല നിലപാട് സ്വീകരിച്ച ചൈനീസ് രാജവംശം ഏതാണ്? മജു രാജവംശം. മജു വംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ വിപ്ലവമാണ് 1911 ചൈനീസ് വിപ്ലവം. എന്താണ്? മജു വംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ വിപ്ലവം ഏതാണ്? 1911 ചൈനീസ് വിപ്ലവം. ചൈനീസ് വിപ്ലവത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ട മജു രാജാവാണ് പൂയി രാജാവ്. ആരാണ്? പൂയി എന്ന രാജാവാണ് ചൈനീസ് വിപ്ലവത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ട മജു രാജാവ്. ആരാണ്? പൂയി രാജാവ്. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷം 1921 മെയ് 4. 1921 മെയ് 4 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷം. മാവോ സെ തുങ് ചൈനയിൽ ലോങ് മാർച്ച് നടത്തിയ വർഷമാണ് 1934. 1934 മാവോ സെ തുങ് ചൈനയിൽ ലോങ് മാർച്ച് നടത്തിയ വർഷം. ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘമാണ് ജനകീയ വിമോചന സേന. എന്താണ്? ജനകീയ വിമോചന സേനയാണ് ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘം, ജനകീയ വിമോചന സേന. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്ന വർഷം 1949. 1949 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്ന വർഷം. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്ന വർഷം 1949 ഒക്ടോബർ 1. 1949 ഒക്ടോബർ 1 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്ന വർഷം. എന്നാണ്? 1949 ഒക്ടോബർ 1. സാംസ്കാരിക വിപ്ലവം നടന്ന വർഷം ഏതാണ്? സാംസ്കാരിക വിപ്ലവം നടന്ന വർഷം 1966. 1966 സാംസ്കാരിക വിപ്ലവം നടന്ന വർഷം. ഇത്രയും കാര്യങ്ങളാണ് ചൈനീസ് വിപ്ലവത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.